ആയിരങ്ങൾ പിതൃമോക്ഷ പുണ്യം തേടിയെത്തുന്ന അന്നമനട ക്ഷേത്ര ആറാട്ടുകടവിൽ ശിവരാത്രി ആഘോഷങ്ങൾക്ക് വിപുലമായ ഒരുക്കം. മണപ്പുറത്ത് ബലിതർപ്പണത്തിന് സ്റ്റാളുകളും താൽക്കാലിക ക്ഷേത്രവും ഒരുക്കിയിട്ടുണ്ട്. ഞായറാഴ്ച വൈകിട്ട് അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് മണപ്പുറത്തെ താൽക്കാലിക ക്ഷേത്രത്തിലേക്കുള്ള ദീപം കൈമാറും. തുടർന്ന് അന്നമനട മുരളീധരന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടെ ഘോഷയാത്ര നടക്കുമെന്ന് ശിവരാത്രി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ദിനേശ് കുമാർ അറിയിച്ചു. ഏകദേശം 10ലധികം ശാന്തിക്കാർ നമ്മൾ ബലിതർപ്പണത്തിനായിട്ട് നമ്മളിവിടെ സൗകര്യം ഒരുക്കുന്നുണ്ട്. വൈകിട്ട് നമ്മൾ നാളെ അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് താൽക്കാലിക നമ്മുടെ മണപ്പുറത്തേക്ക് ഷെഡിലേക്ക് 6:30 അന്നമനട മുരളീധരന്മാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യത്തോടുകൂടിയാണ് ഈ ശിവരാത്രി ആഘോഷം തുടക്കം കുറിക്കുന്നത്. അവിടുന്ന് അതിൻ്റെ അകമ്പടിയോടുകൂടി ഈ മണപ്പുറത്ത് വരികയും ഇവിടെ പറനിറച്ച് ഭദ്രദീപം തെളിയിച്ചുകൊണ്ടാണ് ഈ ശിവരാത്രി ആഘോഷം എല്ലാ വർഷവും തുടക്കം കുറിക്കുന്നത്. തുടർന്ന് 6:30 മുതൽ വ്യത്യസ്തമായ വിവിധ ഇനം കലാപരിപാടികളാണ് നമ്മളിവിടെ ശിവരാത്രി ആഘോഷ കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത്. രാത്രി 7:30 മഹതി സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന ശിവധ്വനി, അതിനുശേഷം ടീം കൊമ്പത്തുകടവ് കാവിലമ്മ അവതരിപ്പിക്കുന്ന വീരനാട്യം, രാത്രി 9:30 മ്യൂസിക്കൽ ടാലൻറ്റ് ഷോ, പ്രശസ്ത സിനിമ TV താരങ്ങളായ കോബ്ര രാജേഷ്, നോബിൾ മാള നയിക്കുന്ന അങ്ങനെ നിരവധി ഏകദേശം ഒരു 7 മണി മുതൽ 12 മണി വരെ തുടർച്ചയായി നമ്മുടെ കലാപരിപാടികളെല്ലാം തന്നെ ഈ സ്റ്റേജിൽ അരങ്ങേറും. അതുമാതിരി എല്ലാ തരത്തിലുള്ള നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ഹരിതകർമ്മസേന, അന്നമനട ഗ്രാമപഞ്ചായത്ത് എല്ലാവരുടെയും സംയുക്തമായിട്ടുള്ള ഒരു സാന്നിധ്യവും സഹകരണവും ശിവരാത്രി കമ്മിറ്റിക്ക് ലഭിക്കുന്നുണ്ട്.